എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ 99% ആളുകൾക്ക് അറിയാത്ത യൂസ്ഫുൾ ടിപ്സ്. റബ്ബർ വളയം ചെറുതായത് കാരണം കയറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കയർ രണ്ടായി മടക്കി വളയത്തിലൂടെ കടത്തിവിട്ട് അത് വളയത്തിന്റെ അരികുകളിൽ കൊളുത്തിവെച്ച് രണ്ടറ്റവും പിടിച്ച് വലിക്കുക. അപ്പോൾ വളയം എളുപ്പത്തിൽ ഇട്ടുകൊടുക്കാൻ കഴിയും. ടോയ്ലറ്റ് സീറ്റ് ഇളകുന്നുണ്ടെങ്കിൽ കവറിന്റെ സ്വിച്ച് അമർത്തി കവർ എടുത്തു മാറ്റുക. ടോയ്ലറ്റിന്റെ സ്ക്രൂകൾ അഴിഞ്ഞതാണ് ഇതിന് കാരണം. സ്ക്രൂകൾ എവിടെയാണെന്ന് പരിശോധിച്ച് അത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മുറുക്കുക. അതിനുശേഷം കവർ യഥാസ്ഥാനത്ത് വെക്കുക. അപ്പോൾ ടോയ്ലറ്റ് സീറ്റ് ശരിയാകും. യോജിച്ച റഞ്ച് കയ്യിലില്ലാത്തത് കാരണം നട്ട് അഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റഞ്ചിന്റെ വിടവിൽ ഒരു പരന്ന സ്ക്രൂ ഡ്രൈവർ വെക്കുക. എന്നിട്ട് റഞ്ച് അപ്രതീക്ഷിതമായി തിരിക്കുക. അപ്പോൾ നട്ട് എളുപ്പത്തിൽ അഴിക്കാൻ കഴിയും. വാഷിംഗ് മെഷീൻ ഡ്രൈ ചെയ്യുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം ടബ് ഇളക്കി നോക്കുക. ഇളകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്ക്രൂകൾ അഴിഞ്ഞു എന്നാണ്. പൾസേറ്റ് ഡിസ്ക് തുറന്ന് അഴിഞ്ഞ സ്ക്രൂകൾ മുറുക്കുക. അപ്പോൾ ശബ്ദ പ്രശ്നം പരിഹരിക്കും. രണ്ട് പൈപ്പുകൾ തമ്മിൽ യോജിപ്പിക്കാൻ ആദ്യം പൈപ്പിന്റെ അറ്റങ്ങളിൽ ലീക്ക് തടയാനായി റബ്ബർ ബാൻഡുകൾ ഇടുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ മുൻഭാഗവും പിൻഭാഗവും മുറിച്ചു കളയുക. കുപ്പിയുടെ മധ്യഭാഗം പൈപ്പുകളുടെ മധ്യത്തിലിട്ട് ഒരു ഹീറ്റ് ഗൺ ഉപയോഗിച്ച് ചൂടാക്കി പ്ലാസ്റ്റിക് കുപ്പിയെ പൈപ്പുകളോട് ചേർത്ത് ചുരുക്കുക. അപ്പോൾ പൈപ്പുകൾ യോജിക്കും. കൂടുതൽ അറിവുകൾ നേടാൻ പേജ് ഫോളോ ചെയ്യുക.